പുളിക്കൽ നുച്ചാട് വീട്ടിൽ നിന്ന് 27 പവൻ സ്വർണം കവർന്നു. നുച്ചാട് സെന്റ് ജോസഫ് നാറായ പള്ളിക്ക് സമീപമുള്ള നെല്ലിക്കൽ സിമിലി മോളിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സിമിലിയും മകളും പ്രവാസിയായ ഭർത്താവ് ബിജുവിനെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോയ സമയത്തായിരുന്നു മോഷണം. വീടിനുള്ളിൽ കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 27 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് മോഷ്ടിച്ചതെന്നാണ് പരാതി. വ്യാഴാഴ്ച രാവിലെ 6-നും വൈകുന്നേരം 6 മണിക്കും ഇടയിലായിരുന്നു മോഷണം നടന്നത്. ഭിന്നശേഷിക്കാരനായ പിതാവ് വീട്ടിലുള്ളതിനാൽ ഇവർ എയർപോർട്ടിലേക്ക് പോയ സമയത്ത് വീടിന്റെ മുൻവശത്തെ കതക് പൂട്ടിയിരുന്നില്ല. ഇതുവഴിയാണ് മോഷ്ടാവ് വീടിനുള്ളിൽ പ്രവേശിച്ചത് എന്നാണ് നിഗമനം. ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ വെക്കേഷനായിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ വന്നപ്പോൾ ഫാമിലി എന്നെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിൽ വന്നു. ഫാമിലിയും പിന്നെ മോളും ബ്രദറും കൊണ്ട് വന്നത് എയർപോർട്ടിൽ എന്നെ കൂട്ടാൻ വേണ്ടി. അപ്പോൾ പപ്പ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം പപ്പ പുറത്ത് പോയി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം കാണുന്നത്. സ്വർണ്ണം നഷ്ടപ്പെട്ടതായിട്ട് അലമാര കുത്തി തുറന്നതായിട്ടും സ്വർണം പുറത്ത് നമുക്ക് നഷ്ടപ്പെട്ടതായിട്ടും കാണുന്നത് ഞങ്ങൾ ആ സമയത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഈ പൈസ പോയിട്ടില്ല? ഇല്ല, പൈസ പോയിട്ടില്ല, സ്വർണം മാത്രം പോയിരുന്നു. കുടുംബം എയർപോർട്ടിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് ബെഡ്റൂമിലെ അലമാര ഉൾപ്പെടെ തുറന്നിട്ട നിലയിൽ തുണിയും സാധനങ്ങളും നിരന്നു കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി മനസ്സിലായത്. ഉടൻ തന്നെ ഉളിക്കൽ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ ഉളിക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. വീട്ടുകാർ സ്ഥലത്തില്ല എന്ന വിവരം അറിയുന്ന ആളുകൾ തന്നെയായിരിക്കാം മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശത്തെ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നുച്ചാടുള്ള നെല്ലിക്കൽ ബിജു എന്നയാളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അപ്പോൾ അദ്ദേഹം ഗൾഫ് പ്രവാസിയാണ്. ഗൾഫിലെ ജോലി കഴിഞ്ഞ് ഇന്നലെ രാവിലെ അദ്ദേഹം വരുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും കൂടി അദ്ദേഹത്തെ കോഴിക്കോട് എയർപോർട്ടിൽ കൂട്ടാൻ വേണ്ടി രാവിലെ 6 മണിക്ക് പോയിരുന്നു. പിന്നെ ശാരീരികമായി നല്ല സുഖമില്ലാത്ത അവരുടെ ഭാര്യയുടെ അച്ഛൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പ്രായമായ അച്ഛൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ 6 മണിക്ക് പോയതിന് ശേഷം ഇദ്ദേഹം പ്രായമായ അച്ഛൻ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ എണ്ണയടിക്കുന്നതിനും ഒരു ചായ കുടിക്കുന്നതിനും വേണ്ടി രാവിലെ 7:30 മണിക്ക് പോവുകയും അപ്പോൾ 7:30 മണിക്ക് പോയതിന് ശേഷം ഒരു 8:30 തിരിച്ചെത്തുകയും ചെയ്തു. ഈ സമയത്താണ് മോഷണം നടന്നതെന്നാണ് കരുതുന്നത്. കാരണം അതിനുശേഷം പിന്നെ ഇദ്ദേഹം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോകുമ്പോൾ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇദ്ദേഹം ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല. ഡോറും ഗ്രില്ലും ലോക്ക് ചെയ്യാതെ ചാരിയിട്ടാണ് പോയത്. 1 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്തി. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ മോഷണം നടന്നവർ അറിഞ്ഞില്ല. കാരണം അകത്തെ റൂമിലൊന്നും കയറി അങ്ങനെ പരിശോധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം 6 മണിക്ക് ശേഷം ഈ എയർപോർട്ടിൽ നിന്ന് തിരിച്ചെത്തിയവരാണ് കളവ് നടന്ന കാര്യം അറിയുകയും രാത്രി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസും ഫിംഗർ പ്രിൻറ്റും ഡോഗ് സ്ക്വാഡൊക്കെ പരിശോധന നടത്തി അതിൻ്റെ കാര്യക്ഷമമായി ഇക്കാര്യത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.